ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ വൈശാഖം ആരംഭിക്കുകയാണ്. ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ് വൈശാഖ മാസം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം. മാധവനെ വളരെ പ്രിയപ്പെട്ട മാസമായതിനാൽ മാധവ മാസം എന്നും ഈ മാസം അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിനെ ഉപാസിക്കാൻ അത്യുത്തമമാണ് ഈ മാസം. ഈ മാസം വൈശാഖ പുണ്യകാലം അഥവാ വൈശാഖ പുണ്യമാസം എന്നും പറയപ്പെടുന്നു. ഈ മാസം ഭഗവാൻ വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ഭക്തരുടെ ഭവനങ്ങൾ സന്ദർശിക്കാൻ ലക്ഷ്മി സമേതനായി എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. അതിനാൽ ഈ മാസം നടത്തുന്ന പ്രാർത്ഥനകൾ വേഗം സഫലമാകും എന്നും പറയപ്പെടുന്നു. പ്രകൃതി തന്നെ പൂവണിയുന്ന കാലമാണിത്. സർവ സൽക്കർമ്മങ്ങൾക്കും ഈ മാസം വളരെ ഉത്തമമാണെന്നാണ് ആചാര്യന്മാർ വിധിക്കുന്നത്. ഭഗവാന്റെ അവതാരങ്ങളുടെ ക്ഷേത്രങ്ങളിലും ഈ മാസം ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. വൈശാഖ മഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായ പ്രതിപാദനവും ഉണ്ട്. സർവമാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖമാണെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. ഇനി ഈ വൈശാഖ മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വൈശാഖ ധർമ്മങ്ങളിൽ പ്രഭാത സ്നാനവും നാരായണ നാമജപവും പാവപ്പെട്ടവർക്ക് ദാനവുമാണ് അത്യുത്തമം. 6 നാഴിക പുലരുന്നവരെ ജലാശയങ്ങളിൽ എല്ലാ ഗംഗാദേവിമാരുടെ സാന്നിധ്യമുണ്ടാകും. അതുകൊണ്ട് ഈ വൈശാഖ മാസത്തിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ജപം, ഹോമം, പുരാണ പാരായണം, സജ്ജന സംസർഗം എന്നിവയും വൈശാഖ കാലത്ത് അത്യുത്തമമാണ്. അതിഥിയെ ഭഗവാനായി സങ്കല്പിച്ച് സ്വീകരിക്കണമെന്നാണ് സങ്കല്പം. ഭഗവാൻ വൈകുണ്ഠം വിട്ട് ഓരോ ഭക്തരെയും നേരിൽ കാണാനായിട്ട് വേഷപ്രച്ഛന്നനായി സമീപിക്കുന്നതും ഈ പുണ്യമാസത്തിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുന്ന അതിഥിയെ ഭഗവാനായി സങ്കല്പിച്ച് അതിഥി ദേവോഭവ എന്ന സങ്കല്പത്തോടെ സ്വീകരിച്ചിരുത്തണമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. മാത്രമല്ല അതിഥിക്ക് ഭക്ഷണം, വസ്ത്രം, ധനം തുടങ്ങിയവ നൽകി വേണം യാത്രയയക്കാൻ. ലക്ഷ്മി നാരായണ ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത്. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി ലക്ഷ്മി നാരായണ നാമജപം, വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, ഭഗവത്ഗീത, നാരായണീയം, അഷ്ടാക്ഷരി ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി ഓം നമോ ഭഗവതേ വാസുദേവായ, മഹാലക്ഷ്മി അഷ്ടകം, കനകധാര സ്തവം എന്നിവ ജപിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല തുളസീദേവിക്ക് ജലം സമർപ്പിക്കുന്നതും സന്ധ്യാസമയങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നതും വൈശാഖത്തിൽ വളരെ നല്ലതാണ്. വൈശാഖ മാസത്തിൽ ദാനത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. പാവപ്പെട്ടവർക്ക് അന്നദാനം, വസ്ത്രദാനം, ജലദാനം, പാദരക്ഷാദാനം, കുട, അരി എന്നിവയെല്ലാം നൽകുന്നത് വളരെ നല്ലതാണ്. ഒരു നേരം ആഹാരം കഴിച്ച് വ്രതം നോൽക്കുന്നത് ഉത്തമമാണ്. വ്രതം ശ്രദ്ധയും ഭക്തിയോടെയും അനുഷ്ഠിച്ചാൽ ദുഃഖശാന്തി, രോഗമുക്തി, ഐശ്വര്യം, സമ്പത്ത് എന്നിവ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി എന്നിവയ്ക്ക് വ്രതമെടുത്താൽ വൈശാഖം മുഴുവൻ വ്രതമെടുത്തതിന് തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. വൈശാഖ മാസത്തിൽ ധാരാളം പുണ്യ ദിവസങ്ങളുണ്ട്. അക്ഷയ തൃതീയ, അതായത് ബലരാമസ്വാമിയുടെ ജന്മദിനമാണ്. ഈ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും ക്ഷയിക്കാത്ത ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം. കൂടാതെ പരശുരാമ അവതാരം, അന്നപൂർണേശ്വരി അവതാരം, നരസിംഹ ജയന്തി, ബുദ്ധപൂർണിമ, ശങ്കര ജയന്തി, ദത്താത്രേയ ജയന്തി തുടങ്ങിയ ഒട്ടേറെ പ്രധാന ദിനങ്ങളാൽ സമ്പന്നമാണ് വൈശാഖ മാസം. അക്ഷയ തൃതീയ, ശുക്ലപക്ഷ ദ്വാദശി, പൗർണമി എന്നീ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ചാൽ വൈശാഖം മുഴുവൻ വ്രതം അനുഷ്ഠിച്ചതിന് തുല്യമാണെന്ന് പുരാണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ വൈശാഖ മാസം മുഴുവൻ എല്ലാവർക്കും വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഭഗവാന്റെ നാമങ്ങളെല്ലാം ചൊല്ലി ഭഗവാനോട് ചേർന്നിരുന്ന് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വ്രതമെടുക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഭഗവാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.